റെസിപ്പി എൻ്റെ ഡ്രസ്സിൻ്റെ കളർ പോലെ തന്നെ ഒരു ഗ്രീൻ കളറിലെ കറിയാണ് കേട്ടോ. ഗ്രീൻ കളറിലെ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ പീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസ് കുറുമയാണ്. ഗ്രീൻ പീസ് കുറുമ നമ്മൾ അധികം ഉണ്ടാക്കാറില്ല. ഗ്രീൻ പീസ് കുറുമ ഗ്രീൻ പീസ് ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കാം. പക്ഷെ ഞാൻ തയ്യാറാക്കുന്നത് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടാണ്. പക്ഷെ നമുക്കിതൊരു എന്താ പറയുക, എല്ലാ കാര്യങ്ങളുടെ കൂടെയും നമുക്ക് ബ്രെഡിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഗ്രീൻ പീസ് ഉപയോഗിച്ച് കുറുമ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ദിവസം തന്നെ ഉണ്ടാക്കിക്കോളും. ഫ്രോസൺ പീസ് ഉപയോഗിച്ചല്ല, നമ്മുടെ ഡ്രൈ ഗ്രീൻ പീസ് ഉപയോഗിച്ച് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഗ്രീൻ പീസ് കുറുമ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് 3/4 കപ്പ് ഗ്രീൻ പീസ് ഓവർനൈറ്റ് സോക്ക് ചെയ്തതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ പറയുന്നത്. 3/4 കപ്പ് ഗ്രീൻ പീസ് ഓവർനൈറ്റ് സോക്ക് ചെയ്യാം, അല്ലെങ്കിൽ 8 മണിക്കൂർ സോക്ക് ചെയ്യാം. അതിലേക്കാണ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 മീഡിയം വലിപ്പമുള്ള സവോളയാണ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ 3 പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. ഞാനിപ്പോൾ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 3 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറിയ അളവിൽ മതി, ഒരുപാട് വേണ്ട. പിന്നെ എടുത്തിരിക്കുന്നത് നമുക്ക് ചതച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വലിയ പീസ് പട്ട ചെറുതായിട്ട് ഒടിച്ചു വെച്ചിട്ടുണ്ട്. 4 ഗ്രാമ്പു, 1 ഏലക്ക, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. അതുപോലെ തന്നെ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരയ്ക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ്. അപ്പോൾ ചതയ്ക്കാനും വേണം, അതുപോലെ തന്നെ അരയ്ക്കാനും വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് വേണം. ഇത് അരയ്ക്കാനാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു 4-5 കാഷ്നട്ട് ചേർക്കാം, ഇല്ലെങ്കിൽ കപ്പലണ്ടി ചേർക്കാം. കാഷ്നട്ട് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കാഷ്നട്ട് ചേർക്കാണ് കൂടുതൽ നല്ലത്. കാഷ്നട്ട് ഓപ്ഷണലാണ് കേട്ടോ. ഞാനപ്പോൾ എടുത്തു വെച്ച കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ആദ്യം നമുക്ക് ഒരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട്. ഗ്രീൻ പീസിൻ്റെ കൂടെ തന്നെ ഗ്രീൻ പീസിലേക്ക് എരിവ് പിടിക്കാനായിട്ട് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഒരു പച്ചമുളക് മതി. നമ്മളിത് ഒരുപാട് ഓവറായിട്ട് എരിവുള്ള കുറുമയല്ല ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത്, നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, ആ സവോളയുടെ പകുതി, ഒരു സവോള അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസിന് ആവശ്യമായ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് ഗ്രീൻ പീസ് ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞു വരുന്ന പാകത്തിൽ വേവിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ കുക്കറിൽ 5 വിസിൽ വരുന്നത് വരെ വേവിച്ചാലാണ് ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് കിട്ടുക. അപ്പോൾ ഞാനിത് 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കട്ടെ. ഈ സമയത്ത് നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതെന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഇത് കുക്കാവട്ടെ. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുരുമുളക് പൊടിച്ച ജാറാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. കുരുമുളക് പൊടിച്ച ജാറിലേക്ക് നമ്മൾ ഇനിയും കുരുമുളകൊക്കെ തന്നെയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ആദ്യം ചേർക്കുന്നത് പട്ട നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഏലക്ക, പിന്നെ നമ്മുടെ ഗ്രാമ്പു, കുരുമുളക്, പെരിഞ്ജീരകം, ഇതൊന്ന് ചേർത്ത് ഒരുവിധം നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതിന് കൂടെ ഇനി വേറെ കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് എല്ലാം ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി ഇത് രണ്ടും ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ സവോള വഴറ്റുമ്പോൾ ചേർക്കുക. ഞാനിപ്പോൾ പച്ചമുളകും കൂടി ചേർത്ത് ചതച്ചെടുക്കുകയാണ്. ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ, ഒന്ന് പൾസ് ചെയ്താൽ മാത്രം മതി. ഇത് കല്ലിൽ ചതച്ചെടുത്താലും മതി. എളുപ്പത്തിന് നമ്മൾ മിക്സിയിൽ തന്നെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് കറക്കിയെടുക്കട്ടെ. ഇതുപോലെ ഞാനിപ്പോൾ കുരുമുളകിൻ്റെ കൂടെ നമ്മൾ ആദ്യം പൊടിച്ച മസാലയുടെ കൂടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്തൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആ മസാല മാറ്റി വെച്ചിട്ട് വെറുതെ ഇരിക്കുന്നില്ല കേട്ടോ, വേറെ ഒരു കാര്യവും കൂടി ചെയ്ത് വെക്കാൻ തീരുമാനിച്ചു. നമ്മുടെ തേങ്ങ ഒന്ന് അരച്ച് വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന കുരുമുളകും പെരിഞ്ജീരകവും മാത്രമുള്ള കാര്യമുണ്ടല്ലോ, ആ ഒരു മിക്സ്, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, കുരുമുളക് 1/4 ടീസ്പൂൺ, ഇത് രണ്ടും ചേർന്നത്. നമ്മുടെ കാഷ്യൂനട്ടും, ഞാൻ പറഞ്ഞല്ലോ കാഷ്യൂനട്ട് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് കപ്പലണ്ടി ചേർത്താലും മതി. നമ്മുടെ അരപ്പിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം.
അപ്പോൾ ഈ അരപ്പുകളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിനി കറി ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇതും കൂടി അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങയും പെരിഞ്ജീരകവും കുരുമുളകും കാഷ്നട്ടും ചേർത്ത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ വെക്കാം കേട്ടോ. പാനിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വഴറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അത് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ചതച്ച് വെച്ച മസാല ഉണ്ടല്ലോ, വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചേർത്ത് ആ ചതച്ച മസാല ചേർക്കാം. ചതച്ച മസാല ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, സവോള ചേർത്ത് കൊടുക്കാം. ചതച്ച മസാലയുടെ കൂടെ സവോള ചേർത്തത് എന്താണെന്ന് വെച്ചാൽ ആ മസാല കരിഞ്ഞു പോകാതിരിക്കാനാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോളയൊന്നും ബ്രൗൺ ആയി പോകുന്ന അത്രയും വഴറ്റണ്ട, എങ്കിലും ഒരുവിധം നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ഗ്രീൻ പീസിൽ ഉപ്പ് ചേർത്തതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. അത് നമ്മൾ ഈ ഒരു മസാലയിൽ ആഡ് ചെയ്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഈ സവോള ഒന്ന് വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും സവോളയും ആ മസാലയും ഒക്കെ ഒന്ന് കുക്കായി വരട്ടെ. ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ സവോളയും മസാലയും ഒക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. സവോള ഇത് കണ്ടോ, ബ്രൗൺ ഒന്നും ആയി പോയിട്ടില്ല, ഇത്രയും കുക്കായിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്കിനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ തന്നെ മതി. പിന്നെ നമ്മൾ ചേർക്കുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ആവശ്യത്തിന് കുരുമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികൾ നന്നായിട്ട് കുക്കാവണം, ഇല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പൊടികൾ കുക്കായി വരുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടി കുക്കായി വരാനാണ് കൂടുതൽ സമയം എടുക്കുക. മഞ്ഞൾപ്പൊടി വേഗം കുക്കായി കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുളക്കിഴങ്ങ് വേവിക്കാം കേട്ടോ. ഞാനപ്പോൾ വെള്ളം ഒഴിക്കാതെ വേവിക്കുന്ന രീതിയിലും ചെയ്യാറുണ്ട്, വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്ന രീതിയിലും ചെയ്യാറുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടാൻ കൂടുതൽ സമയം എടുക്കും. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആവിയിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് സമയം പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് വേവിക്കുന്ന രീതിയിൽ പറഞ്ഞത്. അപ്പോൾ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ആവിയിൽ വേവിച്ചോളൂ, സമയമില്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ട് വേവിച്ചോളൂ. ഞാൻ എന്താ വെള്ളം ചേർക്കുകയാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഉരുളക്കിഴങ്ങിന് ആവശ്യമായ ഉപ്പ് ചേർക്കുകയാണ്. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഉരുളക്കിഴങ്ങ് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. ഉരുളക്കിഴങ്ങ് ഒരുവിധം നന്നായി കുക്കായി കിട്ടണം, പക്ഷെ ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ പീസും നമ്മൾ ഉടഞ്ഞു പോകുന്ന രീതിയിലാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ വല്ലാതെ തിക്കായി പോകും നമ്മുടെ കറി. അതുകൊണ്ടാണ് ഉടഞ്ഞു പോകരുതെന്ന് പറയുന്നത്. ഇനി ഉരുളക്കിഴങ്ങൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ, ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല നന്നായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാഷ്നട്ടൊക്കെ അരച്ചതുകൊണ്ട് തന്നെ വേഗം കുറുകിപ്പോവും. അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ അരപ്പ് ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി അരപ്പൊന്ന് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ നമ്മൾ ഈ ഒരു ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരാനാണ് നമ്മൾ ഇതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ തിക്കായി പോകും. നമ്മുടെ ഗ്രീൻ പീസിൽ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ, ഗ്രീൻ പീസ് വേവിച്ച് കഴിയുമ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ, ഗ്രേവി തിക്കാവുന്നതനുസരിച്ച്. ഇപ്പോഴല്ല, ഗ്രീൻ പീസും കൂടി ചേർത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒന്ന് തിളച്ചാൽ മതി, വല്ലാതെ ഓവറായിട്ട് വറ്റി പോകേണ്ട ഗ്രേവി. ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു കുറുമ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ചേർത്ത് കുറുമ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, ഈ രീതിയിൽ അധികം മസാലകളൊന്നും ചേർക്കാതെ, നമ്മൾ വാങ്ങിക്കുന്ന മസാലപ്പൊടികളൊന്നും ചേർക്കാതെ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു മസാല പേസ്റ്റൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഒരു കുറുമ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കിക്കോളൂ. നമ്മുടെ ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി കഴിക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ടേസ്റ്റ് എന്നൊക്കെ ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുതേ. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇപ്പോൾ തന്നെ തിളച്ച് തുടങ്ങും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടായിരിക്കുന്ന കറിയിലേക്കാണല്ലോ നമ്മൾ ഈ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതാ കറി തിളച്ച് തുടങ്ങുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. ഈ ഉരുളക്കിഴങ്ങ് മസാല മാത്രമായിട്ട് കഴിക്കാനും ടേസ്റ്റാണ്. പക്ഷേ ഗ്രീൻ പീസും കൂടി ചേർക്കുമ്പോഴാണ് ബാക്കി എല്ലാം കറക്റ്റായിട്ട് ആ ഒരു ഗ്രീൻ പീസ് കുറുമയാവുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഗ്രീൻ പീസ് കുറുമ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, ബാക്കിയുള്ള ഗ്രീൻ പീസ് കറി, ഗ്രീൻ പീസ് സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ നമ്മൾ, ഗ്രീൻ പീസ് കുറുമ നമ്മൾ അധികം ഉണ്ടാക്കാറില്ല. പിന്നെ ഇതിലേക്ക് വെജിറ്റബിൾസ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റോ കോളിഫ്ലവറോ ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ക്യാരറ്റും കോളിഫ്ലവറും ഒക്കെ ചേർക്കുമ്പോൾ വേവിച്ചിട്ട് ചേർക്കുക. ഗ്രീൻ പീസിൻ്റെ വേവും മറ്റുള്ള വെജിറ്റബിൾസിൻ്റെ വേവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ എന്താ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടി ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതും ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഞാനിപ്പോൾ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു ഗ്രേവിയാണ്. ഇനി നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുക. എരിവ് ഒരുപാട് എരിവുള്ള കറിയല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാട് എരിവ് നമ്മൾ ചേർക്കരുത്. ചെറിയൊരു എരിവ് മാത്രം ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുരുമുളകിൻ്റെ എരിവും പച്ചമുളകിൻ്റെ എരിവൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഒരുപാട് എരിവ് നമ്മൾ ചേർത്ത് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇത് ബ്രെഡിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നമ്മുടെ പാലപ്പത്തിൻ്റെയും വെള്ളയപ്പത്തിൻ്റെയും അതുപോലെ ബ്രെഡിൻ്റെയും ഒക്കെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ചൂട് കൂടുന്നതനുസരിച്ച് വേഗം വേഗം കുറുകി വരും കാഷ്നട്ട് ഉള്ളതുകൊണ്ട്. അപ്പോൾ കുറച്ച് ഗ്രീൻ പീസൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ. ഇത് കണ്ടോ, അവിടെ ആയിട്ട് 1-2 ഗ്രീൻ പീസൊക്കെ കാണാൻ പറ്റും. കുറേ ഗ്രീൻ പീസൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഉപ്പ് ചെക്ക് ചെയ്യാം. നമ്മൾ ഗ്രീൻ പീസിൽ ഉപ്പ് ചേർത്തതാണ്, ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തതാണ്, പിന്നെ സവോളയിലേക്കൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല വഴറ്റുമ്പോൾ. അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവായിരിക്കും, ഉപ്പ് ചേർത്ത് കൊടുക്കണം വീണ്ടും. ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇനി ഉപ്പ് ചേർക്കുന്നില്ല. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറി കണ്ടോ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് കുറുകി വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയിലയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കുറുമയ്ക്ക്. അപ്പോൾ മല്ലിയില ചേർത്തിട്ട് ഇനി നമുക്കിതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ പാൻ മാറ്റി വയ്ക്കുകയാണ്. വേറൊരു പാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം കേട്ടോ. കടുക് കുറച്ച് ചേർത്താലാണ് നമ്മുടെ ഈ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഞാനൊരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുക്കായി വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വറവിടുന്നത് നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വറവിടാതെ ഈ ഒരു കുറുമ എടുക്കരുത്, വറവിട്ടിട്ട് തന്നെ എടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ കുറുമയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ കുറുമ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറവിട്ടത് ചേർത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ്
ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ട് സെർവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ബ്രെഡിൻ്റെയോ ഒക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോയില്ലല്ലോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വറവും കൂടി കറിയുടെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.